ഇത് 10 മിനിറ്റിനകത്തുള്ള സന്ദേശങ്ങളാണ്. കുറഞ്ഞ സമയം കൊണ്ട് വിശ്വാസം വർദ്ധിക്കുവാൻ ഉതകുന്നതായ വലിയൊരു സന്ദേശം നൽകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1 മണിക്കൂറിൽ കൂടുതൽ ആലോചിക്കേണ്ടതായ, ചിന്തിക്കേണ്ടതായ കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാം തുടങ്ങി വച്ചത് ഉടമ്പടിയെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട, ക്രിസ്തുവിൻ്റെ രക്തം അടയാളമായി, ക്രിസ്തുവിൻ്റെ രക്തം ഒരു മാർക്കായി, ഒരു എഗ്രിമെൻ്റായി എടുത്തതായ ഉടമ്പടിയെക്കുറിച്ച്, ന്യൂ കവനൻറ്റ്, പുതിയ നിയമം. അതുകൊണ്ടാണ് ബൈബിളിന് പുതിയ നിയമം എന്ന് പേര് തന്നെ ഇട്ടത്. എന്നാൽ ഈ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ചെങ്കിൽ മാത്രമേ പ്രയോജനം ചെയ്യുകയുള്ളൂ. ഇത് വിശ്വാസമായി പരിണമിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ഈ വചനം, ദൈവത്തിൻ്റെ വചനം, നിങ്ങൾ പലതവണ കേൾക്കണം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കും വരെ ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കണം. മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു കൊടുക്കണം. ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയായി അത് പൂർത്തീകരിക്കണം. ഇന്ന് നാം തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്ന ഭാഗമെന്ന് പറയുന്നത് ആ ബ്ലഡ് കവനൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയതായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരുവൻ്റെ ജനനം എന്ന് പറയുന്നത് അതിവിടെ എടുത്തു പറയുകയാണ്. കഴിഞ്ഞ നാൾ വരെ ഉണ്ടായതുപോലെയല്ല, ജനനത്തിന് തന്നെ മൊത്തത്തിലൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു വ്യക്തിയെ ആ രക്തം കൊണ്ട് മുഴുവനുമായി അങ്ങ് വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. ഒരു പുതിയ ഒരു ജനനം നടക്കുകയാണ്. ആ ജനനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഓർക്കുക, ക്രിസ്തുവിൻ്റെ ജനനവും അങ്ങനെ തന്നെയായിരുന്നു. ക്രിസ്തുവിൻ്റെ ജനനവും ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നുള്ളതായ ഒരു ജനനമായിരുന്നു ക്രിസ്തുവിൻ്റേത്. ക്രിസ്തുവിന് തുല്യമായ ഒരു ജനനം തന്ന്, ക്രിസ്തുവിന് തുല്യമായ ഒരു അംഗീകാരം തന്ന്, ക്രിസ്തുവിന് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് വളർന്നു വരുവാൻ ഇടയാകേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ട നാം, നമ്മുടെ ആ പ്രത്യേകത ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ആരായിരിക്കുന്നു, ഞാൻ എന്തായിരിക്കുന്നു, എൻ്റെ ജനനം എങ്ങനെയായിരിക്കുന്നു എന്ന് ഈ പകൽക്കാലം ഒന്ന് ചിന്തിച്ച് നോക്കുക. ദൈവം നിന്നെ അങ്ങനെ ജനിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് ദൈവത്തിൻ്റെ, സ്വർഗത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം എന്ന് എടുത്തു എന്നുള്ളത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ആ തിരഞ്ഞെടുപ്പ് എപ്പോഴായിരുന്നു? ദൈവത്തിൻ്റെ പൈതലേ, ഇന്നിപ്പോൾ നീ ആയിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കാം, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിരിക്കാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കാം. നീ ജനിച്ചത് കേരളത്തിലെവിടെയോ അല്ലെങ്കിൽ ലോകത്തിലെവിടെയോ ഏതോ ഭാഗത്താണ്. എന്നാൽ നീ ജനിക്കുന്നതിന് മുമ്പേ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു എന്നാണ് ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിന് മുമ്പെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് മുന്നമേ സ്വർഗത്തിൻ്റെ കൗൺസിൽ കൂടിയിട്ട് സ്വർഗം ഒരു തീരുമാനമെടുത്തു. നീ ജനിക്കുമെന്നും, നീ ഇന്ന ഇടത്ത് ജനിക്കുമെന്നും, നിൻ്റെ ജനനം ഇങ്ങനെയായിരിക്കുമെന്നും, ആ നിന്നെ ഞാൻ അന്നേ തിരഞ്ഞെടുക്കുന്നു. ആകാശവും ഭൂമിയും ഉണ്ടാക്കുന്നതിന് മുമ്പേ, സകല ചരാചരങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ജീവിതമാണ് നീയെങ്കിൽ, അത്രയും പ്രത്യേകതയുള്ളതാണ് നീയെങ്കിൽ, സങ്കീർത്തനം പറയുന്നത് പോലെ തൻ്റെ നിക്ഷേപമുള്ളിടത്ത് തൻ്റെ ഹൃദയം ഇരിക്കുമെന്ന് പറയുന്നു എങ്കിൽ, നീ ദൈവത്തിൻ്റെ നിക്ഷേപമാണ് എങ്കിൽ, ദൈവത്തിൻ്റെ പൈതലേ,
നിനക്ക് പ്രത്യേകതയുണ്ട് എന്ന് തിരിച്ചറിയുക. ആ പ്രത്യേകത ക്രിസ്തുവിൻ്റെ രക്തത്താൽ വെച്ചതായ ഉടമ്പടി, ആ രക്തത്താൽ വെച്ചതായ വീണ്ടെടുപ്പ്, ആ വീണ്ടെടുപ്പിൻ്റെ തീരുമാനം ലോകമുണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിൽ നിന്നുള്ള അതേ ജനനത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടതായ നീ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത് തകർന്നു പോകുവാനോ ഇല്ലാതെയായി തീരുവാനോ നശിച്ചു പോകുവാനോ അല്ല. നിൻ്റെ ചുറ്റിനും എന്തും നടന്നുകൊള്ളട്ടെ, നിൻ്റെ ചുറ്റിനും എന്ത് പ്രശ്നങ്ങളും ഉണ്ടായിക്കൊള്ളട്ടെ, അത് വലുതായി നിന്നെ ആക്രമിക്കുമെന്ന് തോന്നുമാർ എത്തിക്കൊള്ളട്ടെ. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൻ്റെ വചനത്തിലെ അടിസ്ഥാനം നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അടയാളം വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നീ നശിച്ചു പോകുവാനുള്ളവനല്ല, നീ ഇല്ലാതായി പോകാനുള്ളവനല്ല. കാരണം ദൈവത്തിന് പ്രത്യേകതയുള്ള മനുഷ്യനാണ് നീ ആരും എന്തും എങ്ങനെയും ആയിക്കോട്ടെ. നിൻ്റെ വിദ്യാഭ്യാസം ഉയർന്നതോ താഴ്ന്നതോ ആയിക്കോട്ടെ, നിൻ്റെ സാമ്പത്തിക നിലവാരം ഉയർന്നതോ കടബാധ്യതയുടെ ആഴത്തിലോ ആയിക്കോട്ടെ, നിൻ്റെ ആരോഗ്യം നശിച്ചതോ രോഗത്താൽ നിൻ്റെ ശരീരം തകർന്നതോ ആയിക്കോട്ടെ, ഇന്ന് പൽക്കാലം ഈ വചനത്തിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നശിച്ചു പോകുകയില്ല, നിങ്ങൾ ഇല്ലാതെയായി തീരുകയില്ല. ഈ രോഗം നിന്നെ നശിപ്പിക്കുകയില്ല. അതിൽ നിന്നൊരു ഉദ്ധാരണം നിനക്കുണ്ടാകും, അതിനൊരു വിടുതൽ നിനക്കുണ്ടാകും. ഈ തകർച്ച നിന്നെ ഇല്ലാതെയാക്കുകയില്ല, ഈ കടബാധ്യത നിന്നെ ഇല്ലാതെയാക്കുകയില്ല. നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അളവിന് ഉപരിയായിട്ട്, നിൻ്റെ പ്രായത്തിൻ്റെ അളവിന് ഉപരിയായിട്ട് ഒരു വിടുതൽ ഈ ഉടമ്പടി കൊണ്ട് ദൈവം നിനക്ക് കൽപ്പിക്കുവാൻ പോകുകയാണ്. ഈ പൽക്കാലവും ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് തോന്നുന്നു എങ്കിൽ കഴിഞ്ഞത് സൂചിപ്പിച്ചതുപോലെ ഞാൻ പറയുന്നു, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഇത് ആവർത്തിച്ച് കേൾക്കുക. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.